ഇറ്റലിയിൽ ഈ ട്രിപ്പ് നെക്സ്റ്റ് ഞാൻ പോയത് വെനീസിലേക്കും നേപ്പിൾസിലേക്കുമാണ്. അപ്പം പിന്നെ ഏറ്റവും ഓർമ്മയുള്ള ഒരു ട്രാവൽ ഇന്ത്യയിൽ തന്നെ ചെയ്തത് നമ്മൾ ആനന്ദം എന്നുള്ള സിനിമയുടെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് അവിടെ തന്നെ പിസ്സ ഏറ്റവും ആദ്യം ഉണ്ടാക്കി പ്രോപ്പറായിട്ട് സെർവ് ചെയ്ത് തുടങ്ങിയ റെസ്റ്റോറൻറ്റ്സിൽ ഒരെണ്ണം കണ്ടുപിടിച്ച് അവിടെ പോയി ക്യൂ നിന്ന് പിസ്സ കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ വെള്ളം കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ ആർഗ്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആർഗ്യുമെൻറ്റ് ഗോട്ട് സോ ഇൻറ്റൻസ്, പുള്ളി ബൈക്ക് നിർത്തി. പിന്നെ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ആഫ്രിക്കയിൽ ഹ്യൂമൻ ബീയിങ്സ് അവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളതാണ്. നമസ്കാരം, ഇത് സച്ചിൻ വാര്യറാണ്. ഞാനൊരു സിംഗർ ആൻഡ് കമ്പോസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ സോങ് പാടിയത്. പിന്നെ കമ്പോസറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ആനന്ദം എന്നുള്ള സിനിമയിൽ. അപ്പം വെരി ഹാപ്പി ടു ബി ഹിയർ. ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ട്രാവലിസ്റ്റ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ഞാൻ കോവിഡിൻ്റെ സമയത്താണ് ഞാനും എൻ്റെ വൈഫും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് നമ്മൾ വീട്ടിനകത്ത് ട്രാപ്ഡ് ആയിരിക്കുന്ന സമയത്ത് സ്റ്റാൻഡപ്പിന് ഇങ്ങനെ ഇറങ്ങി ചെറിയ രീതിയിലാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന തൃശ്ശൂർ ടൗൺ ആണെങ്കിലും അങ്ങനെ കാണാൻ തുടങ്ങിയ ഒരു ചാനലാണ്. തൃശ്ശൂരിലുള്ള പല സ്പോട്ട്സും സൈക്കിൾ ചെയ്തും ഒക്കെ പോയി കണ്ട ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ആ സമയത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പേ സ്റ്റാൻഡപ്പിന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഉണ്ട്, സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് ട്രാവലിങ്ങിനെ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെഗ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൽ വരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ട്രാവലിംഗ് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ഒരു റുട്ടീനിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രാവലിംഗ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഡെയിലി ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ആയിട്ട് ട്രാവലിംഗ് എന്നുള്ളത് നമ്മളെ റീസെറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് സെഗ്മെൻറ്റ്. അപ്പോൾ ഈ യാത്രകൾ പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത യാത്രയാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂൾ എന്നുള്ള ഡെയിലി ഒരു ഗ്രൈൻഡിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ക്ലോസ് ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെയും ആദ്യത്തെ യാത്ര ഓർമ്മകൾ ഡെഫിനറ്റ്ലി കുട്ടിക്കാലത്തെയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും കോട്ടയ്ക്കലാണ്, മലപ്പുറത്ത്. അപ്പം അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഫാമിലി ട്രിപ്പായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കസിൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടുത്തെ സൂ കാണാൻ പോയതും, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനത്തെ സൗത്ത് ഇന്ത്യയിലത്തെ സിറ്റീസിലൊക്കെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു തവണ അച്ഛൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയിട്ട് അവിടുന്ന് താജ്മഹൽ കാണാൻ പോയതും, ആഗ്ര ആ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ റൂട്ടിൽ പോയതും ഒക്കെയാണ് ട്രാവലിങ്ങിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് മെമ്മറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബേസിക്കലി കോളേജ് എത്തിയപ്പോഴാണ് ട്രാവലിങ്ങിൻ്റെ വേറൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ സെയിം വേവ് ലെങ്ത് ഉള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളും അവിടെ പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ട്രാവലിനെ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കോളേജിലുള്ള സമയത്തുള്ള ട്രാവൽ ഓർമ്മകളും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ലൈഫിൽ ഓരോ സ്റ്റേജിലുള്ള ട്രാവൽ ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളായാലും അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളായാലും ഒക്കെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവും. അപ്പം ഓരോ ലൈഫിൻ്റെ സ്റ്റേജിലും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ട്രാവൽ ഓരോ രീതിയിലാണ്. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സ്വന്തമായി ഏൺ ചെയ്ത സമയത്താണ് സോളോ ട്രിപ്പുകൾ ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായത്. കാരണം നമ്മൾ അത്രയും കാലം പോയത് ആരുടെങ്കിലുമൊക്കെ കൂടെ, ഇപ്പോൾ കോളേജിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു സുഖമാണ് ആ സമയത്തുള്ളത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി, നമുക്ക് ട്രാവലിൽ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് നമുക്കത് സേഫ്ലി ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു സോളോ ട്രിപ്പിനെയൊക്കെ പറ്റി ആലോചിച്ച് ഞാൻ ആദ്യം പോയത് ഡാർജിലിങ്ങിലേക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബർഫി എന്നുള്ള സിനിമയിൽ ഡാർജിലിംഗ് എന്നുള്ള സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു വളരെ റാൻഡംലി തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ തന്നെ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ഉള്ളൊരു ബീറ്റിൽസിൻ്റെ തീമുള്ളൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അവിടെ 4 റൂമുകളും ബീറ്റിൽസിലെ ഓരോ ബാൻഡിൻ്റെ പേരിൽ ചെയ്തിട്ട് അവിടെ ബീറ്റിൽസിൻ്റെ കുറേ എന്താ പറയുക ഫോട്ടോഗ്രാഫ്സും അവരുടെ ബീറ്റിൽസ് എന്നുള്ള ബാൻഡിൻ്റെ ജേർണിയെ പറ്റിയിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഉള്ളൊരു ചെറിയ ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലമാണ്. 4-5 റൂമുകളേ ഉള്ളൂ. അവരെ കോൺടാക്ട് ചെയ്ത് റൂം ബുക്ക് ചെയ്ത്
ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോയതിൻ്റെ മെമ്മറീസ് എനിക്ക് വെരി വെരി സ്പെഷ്യലാണ്. കാരണം ആ സമയത്ത് കേട്ടിരുന്ന പാട്ടുകളായാലും ഒരുപാട് ഓർമ്മകൾ ആ സോളോ ട്രിപ്പിനെ പറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസിനൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ നമുക്കത് പോകാനുള്ളൊരു ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് പോകാന്നുള്ളത് തന്നെയാണ്. അപ്പം ഡാർജിലിംഗിലേക്ക് ആദ്യമായിട്ട് പോയ സോളോ ട്രിപ്പിൽ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. മീറ്റ് ചെയ്ത ആൾക്കാരായാലും അതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗാങ്ടോക്കിലേക്ക് ഒരു ഡീടൂർ എടുത്തു. എൻ്റെ ഒറിജിനൽ പ്ലാൻ ഡാർജിലിംഗിൽ മാത്രം നിൽക്കുക എന്നുള്ളതായിരുന്നു ഒരു 4 ദിവസം. പക്ഷേ ഡാർജിലിംഗിൽ ഒരു 2 ദിവസം നിന്നപ്പോൾ അവിടുത്തെ ഒരു ബേസിക് വൈബ് കിട്ടിയപ്പം അതിൻ്റെ അടുത്ത് ഗാങ്ടോക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന്, സിക്കിമിലെ ഗാങ്ടോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ പോയിട്ട് അവിടുത്തെ MG മാർഗ് എന്നുള്ള സ്ഥലത്ത് രാത്രി നടന്നതും അവിടുത്തെ ഒരു ഭയങ്കര വൈബും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അവിടുത്തെ ഫുഡ് കഴിച്ചതും അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളിൽ ബേസിക്കലി ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. ഒരുപാട് നടന്ന ഓർമ്മകളാണ് എനിക്ക്. ഡെയിലി ഒരു 10 കിലോമീറ്ററൊക്കെ നടന്ന സമയമാണത്. അപ്പം നടത്തമാണ് ബേസിക്കലി. അതിനുശേഷം എൻ്റെ എല്ലാ ട്രാവലിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വാക്കിംഗ് അറൗണ്ടാണ്. എല്ലാ സിറ്റിയിലും ഒരു പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഏത് സമയത്തായാലും ഇറങ്ങി കുറേ നേരം നടക്കുക എന്നുള്ളത് എൻ്റെ അതിനുശേഷമുള്ള എല്ലാ ട്രാവലിലും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സോളോ ട്രിപ്പുകളിലൊക്കെ തുടക്കം ഈ ഡാർജിലിംഗ് ട്രിപ്പായിരുന്നു. പിന്നെ ഏറ്റവും ഓർമ്മയുള്ള ഒരു ട്രാവൽ ഇന്ത്യയിൽ തന്നെ ചെയ്തത്, നമ്മൾ ആനന്ദം എന്നുള്ള സിനിമയുടെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടർ ഗണേഷും ഞാനും കൂടെ ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടായിരുന്നു ഹംപി എന്നുള്ളൊരു സ്ഥലത്തേക്ക്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ യൂഷ്വലി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്പോട്ടിൽ പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആ മ്യൂസിക് വീഡിയോ ചെയ്യാൻ. ആ വീഡിയോൻ്റെ പേര് നാം എന്നാണ്, പാട്ടിൻ്റെ പേര് നാം എന്നാണ്. അപ്പം പൂന്താനത്തിൻ്റെ കുറച്ച് വരികൾ, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം എന്നുള്ള, നമ്മുടെ ഈ ലൈഫിലെ ആവശ്യമില്ലാത്ത മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളൊരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതെ തീർക്കുക എന്നുള്ള ഒരു മെസ്സേജ് തരുന്നൊരു പാട്ടാണ്. അപ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു 5 minute സോങ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ പോയത് ആനന്ദത്തിൻ്റെ പ്ലാനിങ് നടക്കുന്ന സമയത്താണ്. അപ്പം ഗണേഷിൻ്റെ മനസ്സിൽ ഈ ആനന്ദം എന്നുള്ള സിനിമ ഹംപി എന്നുള്ള സ്ഥലത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ റൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ആനന്ദം ഒരു ട്രാവൽ മൂവിയാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് എടുത്താൽ നല്ലതായിരിക്കും തോന്നി. അപ്പോൾ ഇതിൻ്റെ ക്യാമറാമാൻ ആയിട്ടുള്ള ആനന്ദും ഗണേഷും ഞാനും ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ആൻ്റണിയും കൂടെ ഞങ്ങളൊരു കാർ എടുത്തിട്ട് ഇവിടുന്ന് ഹംപി വരെ ഡ്രൈവ് ചെയ്ത് പോയി. ആ പോകുന്ന റൂട്ടിലുള്ള എല്ലാ കാണുന്ന ആൾക്കാരായാലും ഇപ്പോൾ ഒരു ചില സ്കൂളിലൊക്കെ മീറ്റ് ചെയ്യുക, അംഗൻവാടി പോലത്തെ ചില സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പിള്ളേരുടെ കൂടെയൊക്കെ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്ത് അങ്ങനെ പല സ്പോട്ട്സിലും നിർത്തി. ഇപ്പോൾ സൈഡിൽ ചിലപ്പോൾ ഒരു മുളകിൻ്റെ പാടം ഉണ്ടാവും. അപ്പോൾ അതിൽ മുളക് കുറേ ഉണക്കാനിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വിഷ്വൽസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂര്യകാന്തിയുടെ പാടം ഉണ്ടാവും. അപ്പോൾ ആ പാടത്ത് നിർത്തി ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ സൈഡിൽ നിർത്തി എന്തൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് വിഷ്വൽസ് കാണുന്നുണ്ടോ, എന്തൊക്കെ നല്ല ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ കൂടെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ പോയൊരു ട്രിപ്പായിരുന്നു. അതിപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നാം എന്നുള്ള മ്യൂസിക് വീഡിയോയിൽ ഇറ്റ്സ് ബേസിക്കലി എ ട്രാവൽ വീഡിയോ. ഞങ്ങൾ പോകുന്ന റൂട്ടിൽ ഈ ഹംപി ഗോകർണ എന്നുള്ളൊരു റൂട്ടാണ് ഞങ്ങൾ എടുത്തത്. ആനന്ദം സിനിമ പിന്നെ ഹംപി ഗോവ എന്നുള്ള 2 ഡെസ്റ്റിനേഷൻസ് ആയി. പക്ഷെ എന്നാലും ഈ ഒരു ട്രിപ്പിൽ കണ്ട പല സ്ഥലങ്ങളും ഹംപിയുടെ ഒരു കാണാത്തൊരു സൈഡുണ്ട്, ഒരു ഹിപ്പി സൈഡുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ആ ട്രിപ്പിലാണ് മനസ്സിലായത്. അപ്പം അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് ഗോകർണയിലാണെന്ന് തോന്നുന്നു ഒരു ബീച്ച് സൈഡ് മീറ്റ് ചെയ്ത 2 ഫോറിനേഴ്സ് ഉണ്ട്. അവരുടെ പേര് രണ്ടുപേരുടെയും പേര് ഡേവിഡ് തന്നെയാണ്. അപ്പം ഞങ്ങൾ അവരുടെ ബീച്ച് സൈഡിൽ നിന്ന് ജാം ചെയ്തതും ഒക്കെ ഒരുപാട് ഞങ്ങൾ ഏർലി മോർണിംഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗിറ്റാറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർ തലേദിവസം രാത്രി വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് കിടക്കുകയായിരുന്നു തോന്നുന്നു. പിറ്റ് രാവിലെ അവർ കണ്ണു തുറന്ന് എണീക്കുമ്പം കുറച്ച് പേര് ഇന്ന് ജാം ചെയ്യുന്നതും മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കാണുന്നത്. അപ്പോൾ അവരുടെ ഗിറ്റാറൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ ജാം ചെയ്ത് അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്ത് ബീറ്റിൽസ് ബാൻഡിൻ്റെ പാട്ടുകൾ അവിടുത്തെ ഒരു കഫേയിലിരുന്ന് ഓൾ നൈറ്റ് പാടിയതും ആ കഫേയിലെല്ലാവരും ജോയിൻ ചെയ്തതും. അപ്പം ആ ഒരു ട്രിപ്പിലാണ് ബേസിക്കലി മ്യൂസിക് എൻ്റെ ഒരു കണക്ഷൻ. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകുന്നു, അവർ UK നിന്ന് ഇവിടുന്ന് വന്നിട്ടുള്ള 2 പേരാണ്. ഞങ്ങളെ കണക്ട് ചെയ്യുന്നത് ബേസിക്കലി മ്യൂസിക്കാണ്. വേൾഡിൻ്റെ 2 ഭാഗത്തുള്ള ആൾക്കാർ അവരുടെ 2 പേരുടെയും ഹോം ടൗൺ അല്ലാത്തൊരു സ്ഥലത്ത് മീറ്റ് ചെയ്ത് മ്യൂസിക്കിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ കുറച്ചേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അന്ന് ഈവനിങ് ഞങ്ങൾ പാട്ടൊക്കെ പാടി പിരിഞ്ഞു പോകുമ്പം ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വി വർ ബിക്കമിങ് ഫ്രണ്ട്സ്. ഞങ്ങളൊരു ലോങ് ടേം ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആവുന്ന പോലെ തോന്നി. ഇപ്പോഴും അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അപ്പം അവരിപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഒരു ട്രാവലിംഗ് ഇതിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞ എക്സ്പീരിയൻസസ് ഒക്കെ ഇപ്പോഴും ഫ്രഷ് ഇൻ മൈ മൈൻഡാണ്. അപ്പം പലപ്പോഴും ഇങ്ങനത്തെ കണക്ഷൻസ് ആണ് ട്രാവലിൻ്റെ ഒരു
ഏറ്റവും വലിയൊരു ടേക്ക് അവേ. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ മീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ മീറ്റ് ചെയ്യലും അവരുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആവലും ഒക്കെയാണ് ട്രാവലിൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും വലിയൊരു ടേക്ക് അവേ ആയിട്ട് തോന്നി. യാത്രകളുടെ ഇടയിലുള്ള മ്യൂസിക് ആൻഡ് അതിൻ്റെ കണക്ഷൻസിനെ പറ്റി പറഞ്ഞപ്പം റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഞാനും എൻ്റെ വൈഫും കൂടെ വൈഫിനൊരു എക്സാം എഴുതാനുണ്ടായിരുന്നു കൊൽക്കത്തയിൽ. ഒരു 4 ദിവസം വെരി ഷോർട്ട് ട്രിപ്പായിരുന്നു. പക്ഷെ ആ സമയത്ത് കറക്റ്റ് അവിടെ മറ്റേ വിക്ടോറിയ പാലസിൻ്റെ സൈഡിലൊരു ഗ്രൗണ്ടിലൊരു ഫോക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ റാൻഡംലി റോഡ് സൈഡിലൊരു ബോർഡ് കണ്ട് അങ്ങനെ കയറി കണ്ടതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഫോക്ക് മ്യൂസിക്, വെസ്റ്റ് ബംഗാളിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫോക്ക് ആർട്ടിസ്റ്റ് വന്നിട്ട് അവിടെ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ കാണാനെത്തിയത്. വളരെ കുറച്ച് ആൾക്കാരെ കാണാനുള്ളൂ. ഞെട്ടിക്കുന്ന പല ആർട്ടിസ്റ്റിനെയും ഞങ്ങൾ അവിടെ കാണാൻ പറ്റി. ഒരു ബാവുൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നൊരു മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പത്തേർ ഗാൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ബിറ്റ്സ് ഞാനിങ്ങനെ ഫോണിൽ വോയിസ് മെമ്മോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. അത് പല രീതിയിൽ ഇപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഈ ബാവുൽ മ്യൂസിഷ്യൻ്റെ പാട്ട് കേട്ടിട്ട് ഞാനും എൻ്റെ വൈഫും ഇങ്ങനെ നിന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ വെള്ളം, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ടച്ച് ചെയ്തൊരു കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനും കുറച്ച് നേരം സംസാരിക്കാനും പറ്റി. അപ്പോൾ അന്ന് തോന്നി അദ്ദേഹത്തായിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ള പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി. പക്ഷെ എന്നാലും ആ സമയത്ത് ആ മ്യൂസിക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി ഉള്ള സറൗണ്ടിങ്സ് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ എനിക്കൊന്ന് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെ മാറും. നമ്മൾ ഡെയിലി ഉള്ളൊരു ഗ്രൈൻഡും നമ്മുടെ ആ റുട്ടീനൊന്നും പുറത്ത് കിടക്കുമ്പോൾ യുവർ മൈൻഡ് ബിക്കംസ് മോർ ഓപ്പൺ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോരുത്തരായാലും നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ആയാലും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു രീതി വേറെ ആയിരിക്കും. നമ്മുടെ ഡെയിലി സറൗണ്ടിങ്ങിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാറിൽ ഡെയിലി പോകുന്ന സമയത്താണ് ഇതേ സെയിം പാട്ട് ഞാൻ കേട്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ അത്രയും മൂഡ് ആവില്ല. കാരണം ഞാനൊരു സർട്ടൺ റുട്ടീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. നമ്മളൊരു പുതിയ സ്ഥലത്താണ്, നമ്മളെല്ലാം ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് എവറിത്തിങ് ഗെറ്റ്സ് ഇൻ ടു യു ഇൻ എ വെരി ഡീപ്പ് വേ. അപ്പോൾ ആ ഒരു ഡെപ്തിൽ പല കാര്യങ്ങളും പെർസീവ് ചെയ്യാൻ പറ്റുന്നത് ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പം മ്യൂസിക് ട്രാവലിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്ന ഒരു മൊമെൻറ്റ് അതായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഓഫ് ദി ട്രിപ്സിലും മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പുകളിൽ ഒരെണ്ണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മ്യൂസിഷ്യൻ ഉണ്ട്, ഗ്ലെൻ ഹാൻസേർഡ് എന്നാണ് പുള്ളിയുടെ പേര്. വൺസ് എന്നുള്ള സിനിമയിലൊക്കെ സൗണ്ട് ട്രാക്കിന് പുള്ളിക്ക് ഓസ്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ. ഈ വൺസ് എന്നുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺസേർട്ട് ജർമ്മനിയിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. യൂറോപ്പ് ടൂർ ആയിരുന്നു. ദിസ് വാസ് ഇൻ 2015. ആ സമയത്താണ് എൻ്റെ ഓർമ്മ, 2015-14 ആ സമയത്ത്. അപ്പം അദ്ദേഹം യൂറോപ്പ് ഒരു ടൂർ നടക്കുന്നതിന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും നിയറസ്റ്റ് പ്രോബ്ലി അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാവുന്ന സ്ഥലം നോക്കിയപ്പോൾ ജർമ്മനിയിൽ മ്യൂണിക് ആയിരുന്നു. അന്ന് തന്നെ കോൺസേർട്ടിന് ടിക്കറ്റ്സ് ഞാൻ ബുക്ക് ചെയ്തു. വിസയുടെ കാര്യങ്ങളൊന്നും ആ സമയത്ത് എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. പക്ഷേ ഈ കോൺസേർട്ടിന് ടിക്കറ്റ് ഞാൻ അന്ന് തന്നെ ബുക്ക് ചെയ്തു. പിന്നെ വിസ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഷെങ്കൻ വിസയൊക്കെ എടുത്ത് അതിന് തൊട്ട് മുമ്പേ, കുറച്ച് കാലം മുമ്പേ സ്വിറ്റ്സർലാൻഡിലൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ആൾക്കാർ സ്പോൺസർഷിപ്പൊക്കെ അങ്ങനെ ഈ വിസ ഒക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തന്ന് നേരെ ആദ്യം സൂറിക്കിൽ പോയി. അവിടെ ജസ്റ്റ് ഒരു ദിവസം മാത്രം നിന്ന്, കാരണം എൻ്റെ മെയിൻ ഗോള് ജർമ്മനിയിൽ എത്തുക എന്നുള്ളതാണ്, മ്യൂണിക്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ട് പോലും ഞാൻ അവിടെ അധികം സമയമൊന്നും കാണാൻ, സൈറ്റ് സീയിങ്ങിനൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാതെ നേരെ മ്യൂണിക്കിലേക്ക് ട്രെയിൻ പിടിച്ച് പോയി. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ട്രെയിൻ യാത്ര യൂറോപ്പിൽ ഭയങ്കര സംഭവമാണ്. കാരണം എനി പ്ലേസ് ഇസ് കണക്റ്റഡ് വിത്ത് എ ട്രെയിൻ. കാരണം നമുക്കൊരു ഓവർനൈറ്റ് ട്രെയിനിൽ മോസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താവുന്ന രീതിയിൽ റെയിൽ പാസസ് നമുക്ക് എടുക്കാം. ഒരു മാസത്തേക്കുള്ള അൺലിമിറ്റഡ് റെയിൽ ട്രാവലിനുള്ള പാസസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്താണ് ഇവിടുന്ന് തന്നെ പോയത്. മ്യൂണിക്കിലെത്തി. മ്യൂണിക്കിലൊരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്ത് 3-ാമത്തെ ദിവസമായിരുന്നു ഈ കോൺസേർട്ട്. അപ്പോൾ ഈ കോൺസേർട്ടിൻ്റെ വെന്യൂ ഞാൻ തലേ ദിവസം തന്നെ പോയി ഏകദേശം ഏതാണ് സ്ഥലം എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചു. കാരണം അന്ന് പോയിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ടൊരു ചെറിയൊരു പെർഫോമൻസ് വെന്യൂലായിരുന്നു ഈ സ്ഥലം. അന്ന് പോയിട്ട് ഓൾമോസ്റ്റ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു റീച്ച് ദ വെന്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് കോൺസേർട്ട് സെറ്റപ്പ് ചെയ്യുന്നത് തൊട്ട് അവസാനത്തെ ഒരു സെക്കൻഡ് വരെ ഞാൻ കോൺസേർട്ട് ഫുൾ കണ്ട് പുറത്തിറങ്ങിയപ്പം ഈ ഗ്ലെൻ ഹാൻസേർഡിൻ്റെ കുറച്ച് ഫാൻസ് പുറത്തവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ഒരു ഒക്ടോബർ-നവംബർ സമയമാണ്. ഇറ്റ് വാസ് ഗെറ്റിംഗ് വെരി കോൾഡ്. പക്ഷേ കുറച്ച് ഫാൻസ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനും അവരുടെ കൂടെ സംസാരിച്ച് നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും എനിക്ക് വേറെ അങ്ങനെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഈ കോൺസേർട്ടിൻ്റെ ഒരു ഹൈയിൽ ഞാൻ ആ ട്രിപ്പിൽ മൊത്തം കേട്ടത് അദ്ദേഹം റീസെൻ്റ്ലി ഇറക്കിയ ഒരു പുതിയ ആൽബമാണ്, ഗ്ലെൻ ഹാൻസർഡ് ഇറക്കിയ ഒരു ആൽബമാണ്. അപ്പോൾ ആ ആൽബത്തിൻ്റെ ടൂറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പാട്ടൊക്കെ ലൈവ് കേട്ടതിൻ്റെ ഒരു ഫീലിലും ഒക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിൽക്കാം. എന്നിട്ട് അവിടെ ഒരു 1.25 മണിക്കൂർ ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ച് നിന്നു. ഗ്ലെൻ ഹാൻസർട്ടിൻ്റെ പല കോൺസേർട്സും പല സ്ഥലത്തും ഫോളോ ചെയ്ത് പോയി കോൺസേർട്സ് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ബാൻഡിലെ ട്രോംബോൺ വായിക്കുന്ന ആൾ വന്ന്, ഓഫ് കോഴ്സ് അത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ആളാണ്. അപ്പം അദ്ദേഹം വന്നപ്പോൾ അയാളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് നിന്നു. ഒരു ടൂർ ബസ്സിലാണ് അവർ ബേസിക്കലി ട്രാവൽ ചെയ്യുന്നത്. ആ ബസ് ഇന്ന് ടൂർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സിറ്റിയിലേക്ക് പോകുന്നു, അവിടെ 2 ദിവസം കഴിയുമ്പോൾ കോൺസേർട്ട്, അങ്ങനെ ഒരു ഓൾ ഓവർ യൂറോപ്പ് ടൂറിലാണ് അവർ. അപ്പം ആദ്യം ട്രോംബോൺ പ്ലേ ചെയ്യുന്ന ആൾ വന്ന് ആ ഒരു ഹോൺ ഇൻസ്ട്രുമെൻറ്റ് പിടിച്ചുകൊണ്ട് അയാൾ വരുന്നുണ്ടായിരുന്നു. സംസാരിച്ചു. ഗ്ലെൻ ഹാൻസർഡ് എവിടെയെന്ന് ചോദിച്ചു. അപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹിൽ കം ഇൻ ലൈക്ക് 10 minutes. അപ്പം അദ്ദേഹത്തോടൊരു 5 മിനിറ്റ് സംസാരിച്ച് നിന്നപ്പോഴേക്കും ദിസ് ഗൈ ഗ്ലെൻ ഹാൻസർഡ് ജസ്റ്റ് വാക്ക്ഡ് ഔട്ട് ഓഫ് ദ ഡോർ. എന്നിട്ട് ഈ ബസ്സിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ്, ഞാൻ ഈ കോൺസേർട്ട് കാണാൻ വേണ്ടി വന്നതാണ്, യുവർ മ്യൂസിക് മീൻസ് സോ മച്ച് ടു മീ എന്ന് പറഞ്ഞപ്പം ഹി വാസ് ലൈക്ക് കഴിഞ്ഞ 2 മാസം മുമ്പേ തൃശ്ശൂരും ട്രിവാൻഡ്രത്തും വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ട്രാവൽ ചെയ്യാനായിട്ട്. ഹി വാസ് ഇൻ തൃശ്ശൂർ ആൻഡ് ട്രിവാൻഡ്രം, ഒരു പ്ലേയോ എന്തോ ഒരു തിയേറ്റർ പ്ലേയുടെ ഏറ്റവും ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരും ട്രിവാൻഡ്രത്തും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം നമ്മളിത് അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് തന്നെ മീറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ദിസ് വാസ് മെൻ ടു ബി. ഇങ്ങനെ ജർമ്മനിയിൽ പോകാനും എന്താ പറയുക, ഗ്ലെൻ ഹാൻസർഡിനെ മീറ്റ് ചെയ്യാനും പറ്റിയ ആ ഒരു എടുത്ത ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ഈവനിങ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വലുതായി ഇരിക്കുകയാണ്. എൻ്റെ മുഖത്ത് വലിയൊരു ചിരിയുണ്ട്. ദാറ്റ് ഫോട്ടോ ഇസ് സച്ച് എ ഗുഡ് മെമ്മറി. അദ്ദേഹത്തെ അന്ന് മീറ്റ് ചെയ്തതും അത്രയും തണുപ്പത്ത് ഞങ്ങൾ കുറച്ച് പേര്, ഒരു 10 പേരാണ് അന്ന് കോൺസേർട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തത് ഈ ഗ്ലെൻ ഹാൻസർഡിനെ കാണാൻ. അന്ന് കണ്ടതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം, നമ്മൾ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഗ്ലെൻ ഹാൻസർഡ് പറഞ്ഞ ഓരോ സെൻറ്റൻസിലും നമ്മൾ പേര് വെച്ചിട്ടാണ് എന്താ പറയുക അഭിസംബോധന ചെയ്യുന്നത്. അപ്പം അതൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നി. പുതുതായിട്ട് മീറ്റ് ചെയ്ത ഒരാളെ പോലും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആ ട്രിപ്പ് പിന്നെയും ഒരു ഇറ്റ് വാസ് എ 25 ഡേ ട്രിപ്പ്. അന്ന് മ്യൂണിക്കിൽ ഈ കോൺസേർട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. പിന്നെ ആ ട്രിപ്പിൻ്റെ എക്സ്റ്റൻഷനായിട്ട് എന്തായാലും യൂറോപ്പ് വരെ പോവുകയാണ്. ഷെങ്കൻ വിസ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഓസ്ട്രിയ പോയി, ബുഡാപെസ്റ്റ് പോയി, പിന്നെ ഇറ്റലിയിൽ ഒരു 10 ദിവസം. എനിക്ക് ഇറ്റലി കാണണമെന്ന് സംഭവം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇറ്റാലിയൻ മ്യൂസിക് ആണോ ഫുഡാണോ ഒന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല. പക്ഷേ ഇറ്റലി കാണണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇറ്റലിയിലെ പല സ്ഥലത്തും ആ ഒരു അക്രോസ് ദോസ് ഒരു 10-15 ഡേയ്സിൽ വെനിസ്, റോം പോയി, പിന്നെ നേപ്പിൾസ്, പ്രാറ്റോ, അങ്ങനെ ചെറിയ വില്ലേജസ് മുതൽ മെയിൻ സിറ്റീസ് വരെ എല്ലാം ഇറ്റലിയിൽ ഒരുവിധം കവർ ചെയ്തു. നമ്മളിങ്ങനെ പോകുമ്പോൾ പലപ്പോഴും സ്റ്റേ ചെയ്യുന്നത് എയർബിഎൻബിയിലായിരിക്കും. അപ്പോൾ പലരുടെയും വീടുകളുടെയൊക്കെ ഒരു റൂമൊക്കെ ആയിരിക്കും അവർ റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എയർബിഎൻബിയിൽ റൂം ബുക്ക് ചെയ്ത് ഞാൻ മീറ്റ് ചെയ്ത ഒരാൾ നോക്കുമ്പോൾ ഒരു മ്യൂസിഷ്യനാണ്. പ്രാറ്റോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്ത്, പാബ്ലോ എന്നാണ് ആളുടെ പേര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളിപ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സൊക്കെയാണ്, എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം പുള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു എന്നെ പിക്ക് ചെയ്യാൻ. അപ്പം അതൊന്നും വരേണ്ട ഒരു കാര്യമില്ല. അന്ന് പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. എൻ്റെ ബാഗൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ച് പുള്ളി തന്നെ നടന്ന് യൂറോപ്പിലെ ഈ കോബിൾഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ഉള്ള സ്റ്റോൺ ഇങ്ങനെ പേവ് ചെയ്തിട്ടുള്ള സ്ട്രീറ്റ്സ് വഴി നടന്ന് ഇവിടെ ചെറിയ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം പഴക്കമുണ്ട്. അത് മുമ്പൊരു ചേർച്ചിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ചേർച്ചിലെ പ്രീസ്റ്റ് താമസിക്കുന്ന ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ടേൺസ് ഔട്ട് ഹീ ഈസ് എ മ്യൂസിഷ്യൻ. ഈ പാബ്ലോ എന്ന് പറയുന്ന ആൾ ഒരു ഗിറ്റാറിസ്റ്റാണ്. പുള്ളി അവിടുത്തെ മറ്റേ ഫ്ലമെങ്കോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഗിറ്റാർ, ക്ലാസിക്കൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യനാണ്. അപ്പോൾ അത് ഞാനവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. അപ്പം പാബ്ലോ പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ ഒരു സൈഡിൽ ഒരു കഫേയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. നമ്മുടെ ഡെഫിനറ്റ് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു മ്യൂസിഷ്യനാന്ന് പറഞ്ഞു, ഞാനൊരു സിംഗറാണ്, വരാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഉച്ചയ്ക്ക് എത്തി. ഞാൻ ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗിറ്റാറും എടുത്ത് ഇറങ്ങി, ഞാനും കൂടെ ഇറങ്ങി. തൊട്ടടുത്തൊരു കഫേയിൽ, എനിക്കൊന്നൊരു ബെയർലി ഒരു 1 block അവേ തൊട്ടപ്പുറത്തൊരു കഫേയിൽ പോയി. പാബ്ലോവും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും ഒരു സാക്സോഫോൺ പ്ലേ ചെയ്യുന്ന ഒരു ആളും കൂടെ ക്ലാസിക്കൽ മ്യൂസിക്, മോസ്റ്റ്ലി ഒരു യൂറോപ്യൻ ക്ലാസിക്കൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓഡിയൻസിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പാബ്ലോ വന്ന് പറഞ്ഞു, എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു, പാടാൻ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് പാട്ട് ചെയ്താൽ വേണ്ടെന്നൊന്നും വലിയ ഐഡിയ കിട്ടിയില്ല. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബാൻഡാണ് ബീറ്റിൽസ് എന്നുള്ള. അപ്പം അവരുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി യൂണിവേഴ്സൽ. അപ്പോൾ ഐ എം ഷുവർ ഈ പാബ്ലോനെ അറിയാവുന്ന പാട്ടാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ബീറ്റിൽസിൻ്റെ 1-2 പാട്ടുകൾ അവിടെ നിന്ന് പാടി. അവിടുത്തെ ഓഫ് കോഴ്സ് ഓഡിയൻസിലിരിക്കുന്ന ആൾക്കാരും
ജോയിൻ ചെയ്തു. അത് ഭയങ്കര സിംഗ് അലോങ് ഒരുമിച്ച് പാടാൻ പറ്റിയ പാട്ടുകൾ കുറേ ഉണ്ട് ബീറ്റിൽസിൻ്റെ. അപ്പം അങ്ങനെ കുറച്ച് പാട്ടിലൊക്കെ പാടി. പിന്നെ 1-2 പാട്ടിൽ പാബ്ലോ പാടിയപ്പോൾ എനിക്ക് തോന്നി ഇതിവിടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നോക്കിയപ്പോൾ ഏതോ ഒരു ഹിന്ദി സിനിമയുടെ അതായത് നമ്മൾ അവിടുത്തെ പാട്ടുകൾ കോപ്പി അടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഹിന്ദി സിനിമകളിൽ കേട്ടിട്ടുള്ള പാട്ടുകൾ ഒറിജിനലി ഇറ്റാലിയൻ സോങ്സ് ഒക്കെയാണ്. അപ്പോൾ ഏതാ പാട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഇന്ത്യയിലെ എൻ്റെ ഒരു കോപ്പീഡ് വേർഷൻ ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് ഈ 2 വേർഷനും കൂടെ ഒരുമിച്ച് പാടി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എക്സ്ചേഞ്ച് ഒക്കെ അന്ന് ഉണ്ടായി. അപ്പോൾ അന്ന് 2 ദിവസം കൂടെ ഞാൻ പാബ്ലോൻ്റെ സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പാബ്ലോൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. വെരി ഇൻട്രസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ. ഒരു മ്യൂസിക് ടീച്ചറാണ് എന്ന് തോന്നുന്നു. മ്യൂസിക് ഡേ ടൈമിൽ മ്യൂസിക് ടീച്ചിങ്ങും വൈകുന്നേരം പെർഫോമിംഗ് ഒക്കെ ആയിട്ട് വീക്കെൻഡ്സിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി, കുറച്ച് ദൂരെയുള്ള സ്ഥലത്തൊക്കെ പോയി പെർഫോം ചെയ്യും. ഹീ സ്റ്റിൽ എ മ്യൂസിഷ്യൻ. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഞാൻ റെഗുലർലി കാണാറുണ്ട്. അടുത്ത 2 ദിവസം പാബ്ലോ അടുത്തുള്ള ഒരു കാപ്പച്ചിനോ ബാറിൽ കൊണ്ടുപോയി, കോഫി ബാറിൽ കൊണ്ടുപോയിട്ട്, കാപ്പച്ചിനോ സപ്പോസിഡ്ലി നമ്മൾ ഉച്ചയ്ക്ക് മുമ്പാണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് കഴിക്കരുതെന്നോ അങ്ങനെ എന്തോ ഒരു റൂളുണ്ട് കാപ്പച്ചിനോ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്ന് കറക്റ്റ് ഒരു പ്രോപ്പർ കോഫി പ്ലേസിൽ പോയി കോഫി ഇറ്റാലിയൻ കോഫി കുടിക്കേണ്ട രീതിയിൽ അതിൻ്റെ പ്രോപ്പർ കപ്സിലും ഒക്കെ സെർവ് ചെയ്ത് ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് കോഫിയൊക്കെ മേടിച്ച് തന്ന് ആ വില്ലേജിലുള്ള ഒരു പഴയ ബെൽ ടവറോ ക്ലോക്ക് ടവറോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ 2 ദിവസം പാബ്ലോൻ്റെ കൂടെയായിരുന്നു. ആൻഡ് 3rd ഡേ ഓഫ് കോഴ്സ് ഞാൻ വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് വുഡ് സ്റ്റേ ഫോർ എവർ. ഇപ്പോഴും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പാബ്ലോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫ്രണ്ട് ആക്ച്വലി. അപ്പം ഭയങ്കര മെമ്മറികളുള്ള ഒരു ട്രിപ്പായിരുന്നു അത്. അതിൻ്റെ മ്യൂസിക്കൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലെൻ ഹാൻസർട്ടിനെ മീറ്റ് ചെയ്തത് കൂടാതെ ആ ട്രിപ്പിൽ മ്യൂസിക്കലി ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് വന്ന ഒരാളാണ് പാബ്ലോ. അപ്പം ഐ വിൽ നെവർ ഫോർഗെറ്റ് മീറ്റിംഗ് ദാറ്റ് പേഴ്സൺ. ഇറ്റലിയിൽ ഈ ട്രിപ്പ് നെക്സ്റ്റ് ഞാൻ പോയത് വെനീസിലേക്കും നേപ്പിൾസിലേക്കുമാണ്. അപ്പം നേപ്പിൾസിൽ പോകാനൊരു പ്രധാന കാരണമുണ്ട്. ഞാൻ ഏതൊരു നോവലിൽ വായിച്ച എൻ്റെ ഒരു ഓർമ്മയിൽ പിസ്സയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം നേപ്പിൾസ് ആണ്. അപ്പം അവിടെ തന്നെ പിസ്സ ഏറ്റവും ആദ്യം ഉണ്ടാക്കി പ്രോപ്പറായിട്ട് സെർവ് ചെയ്ത് തുടങ്ങിയ റെസ്റ്റോറൻറ്റ്സിൽ ഒരെണ്ണം കണ്ടുപിടിച്ച് അവിടെ പോയി ക്യൂ നിന്ന് പിസ്സ കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ആ പിസ്സ നമ്മൾ ഇവിടെ കിട്ടുന്ന മോഡേൺ വേർഷൻ ഓഫ് പിസ്സ പോലെ അല്ല അത് ഭയങ്കര റണ്ണി ആയിട്ടുള്ളൊരു സാധനമാണ്. ബേസിക്കലി ടൊമാറ്റോ സോസും ചീസും ഭയങ്കര മെൽറ്റി ആയിട്ട് നടുക്ക് ബേസിക്കലി ലിക്വിഡി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ എടുക്കുമ്പോൾ പീസായിട്ട് ഹോൾഡ് ചെയ്യാനൊന്നും പ്രോപ്പർലി പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് കഴിക്കുന്ന പോലെ കട്ട് ചെയ്തൊരു പിസ്സ സ്ലൈസ് എടുത്ത് നേരെ കഴിക്കാൻ പറ്റില്ല. അതൊരു വേറെ ഫോമാറ്റാണ്. അപ്പം ഇറ്റ് വാസ് ലിറ്റിൽ സ്ട്രേഞ്ച് ആദ്യം കാണുമ്പോൾ. പിസ്സ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അല്ലല്ലോ എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. പക്ഷേ എനിക്കൊന്ന് ഒറിജിനലി പിസ്സ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പിസ്സ അങ്ങനെ തുടങ്ങിയ സ്ഥലത്ത് ഇന്ന് കഴിച്ചു. പിന്നെ നേപ്പിൾസ് എന്നുള്ള സ്ഥലത്ത് എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം അവിടുത്തെ ഒരു ബഹളമാണ്. ആക്ച്വലി നമ്മൾ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ബഹളമുണ്ടല്ലോ. ആൾക്കാർ അങ്ങോട്ടും നമ്മളൊരു സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ആൾക്കാർ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നില്ല. ഇറ്റാലിയൻ ഭാഷ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര പാഷനറ്റ് ആയിട്ടാണ്. അവർ ആർഗ്യൂ ചെയ്യുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ ഒരുപാട് പാഷനറ്റ് ആയിട്ടാണ്. എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു ഇൻസിഡൻറ്റ്, നമുക്ക് ഇറ്റാലിയൻസ് ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് പറയുന്ന കാര്യം അവർ സംസാരിക്കുമ്പോൾ അവർ കൈവച്ച് കാണിക്കുന്ന ആക്ഷൻസാണ്. അപ്പം ഞാൻ അവിടെ അടുത്തൊരു എയർബിഎൻബിയിൽ സ്റ്റേ ചെയ്തത് ആ വീടിൻ്റെ ഓണർ ഒരു ഫോട്ടോ ഏജൻറ്റാണ്. അതായത് പല സ്ഥലത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് പർച്ചേസ് ചെയ്ത് അത് സെല് ചെയ്യാനും എക്സിബിറ്റ് ചെയ്യാനും ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫി ഏജൻറ്റാണ്. അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ നിറച്ചും പല ഹിസ്റ്റോറിക് ഇവൻസിൻ്റെയും ഫോട്ടോസാണ്. അപ്പോൾ ബെർലിൻ വാള് പൊളിക്കുന്നതിൻ്റെയും അങ്ങനത്തെ പല ഹിസ്റ്റോറിക് ഇവൻസിൻ്റെയും ഫോട്ടോഗ്രാഫ്സ് വീട് മറിച്ചും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ആയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ വേറെ ഒരു റൂമിൽ താമസിക്കുന്ന ഒരു സമൺ കോൾഡ് മീക്ക. ഷീ വാസ് എൻ ഓത്തർ, ചിൽഡ്രൻസ് ബുക്സ് ഒക്കെ എഴുതുന്ന ഒരു ഓത്തറായിരുന്നു. അപ്പം ഞാനും പുള്ളിക്കാരിയും കൂടെ ഇറങ്ങി അന്ന് ഡിന്നർ കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ നേപ്പിൾസിലെ സ്ട്രീറ്റ്സിൽ ഈ വെസ്പ സ്കൂട്ടർ ഓടിച്ച് പോകുന്ന ആൾക്കാരെ കുറേ പേരൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ ഫോണിൽ എന്തോ സംസാരിച്ച് പോവാണ്. അപ്പം എന്തോ ആർഗ്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആർഗ്യുമെൻറ്റ് ഗോട്ട് സോ ഇൻറ്റൻസ്, പുള്ളി ബൈക്ക് നിർത്തി. കാരണം ഈ 2 കൈയും വെച്ച ആക്ഷൻസ് കാണിക്കണം പുള്ളിക്ക്, എന്നാലേ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മീക്കയാണ്. ഹി ജസ്റ്റ് സ്റ്റോപ്ഡ് ടു ഡു ദിസ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം അത്രയും പാഷനറ്റ് ആയിട്ട് എന്താ പറയുക ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇറ്റാലിയൻസ്. കുറച്ച് സ്റ്റീരിയോ ടൈപ്പാണ് ഈ പറയുന്ന കാര്യം, പക്ഷേ എന്നാലും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അയാൾ ബൈക്ക് നിർത്തി ഈ ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഫോൺ ഹെൽമെറ്റിൻ്റെ ഇടയിൽ വെച്ചിരിക്കുക, ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക, നിർത്തി ഈ ആക്ഷൻ കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പുള്ളി ബൈക്ക് സൈഡിൽ നിർത്തി. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കാണുന്ന ആൾക്കാരും എന്താ പറയുക അവർ പറയുന്ന എക്സ്പീരിയൻസസുമാണ് ശരിക്കും ലൈഫിനെ വേറെ രീതിയിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് എഗെയിൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്മൾ ലൈഫിൽ ഒരു സർട്ടൺ റൊട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് പോയിട്ട് നമ്മളൊരു വേറെ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലും വേറൊരു പെർസ്പെക്റ്റീവും ഒക്കെ കാണുമ്പോൾ, കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് കരിയേഴ്സ് കാണുമ്പോൾ, അവർ ചെയ്യുന്ന ജോലികൾ നമുക്ക് ഒരു തരത്തിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കരിയറായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫി ഏജൻറ് തൊട്ട് വീട് നിറച്ചും ഫോട്ടോസും അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒരുപാട് ഷെൽഫുകൾ നിറച്ചും പഴയ ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ സോ മച്ച് ഓഫ് ഹിസ്റ്ററി, സോ മച്ച് ഓഫ് സ്റ്റോറീസ്. അങ്ങനെ അപ്പോൾ പുള്ളിക്കാരുടെ വേൾഡ് നോളജ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനത്തെ കരിയേഴ്സും അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ എക്സ്പീരിയൻസസും ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ലൈഫിനെ വേറെ രീതിയിൽ ആക്ച്വലി കണ്ടു തുടങ്ങുന്നത്. അതൊരു എന്താ പറയുക, ഒരു ബെറ്റർ എന്നുള്ള രീതിയിലല്ല, പക്ഷേ ലൈഫിനൊരു ഓൾട്ടർനേറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് നോർമലി കണ്ടുപോകുന്ന ഒരു രീതിയിൽ നിന്ന് വേറെ രീതിയിൽ നമുക്ക് ലൈഫിനെ കാണാൻ പറ്റും. നമ്മുടെ ഓരോ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ പലപ്പോഴും കാണാൻ പറ്റും. ലൈഫിലെ പ്രോബ്ലംസ് ആയാലും നമ്മളെക്കാളും വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. അവരതിനെ എത്ര ലൈറ്റായിട്ടാണ് എടുക്കുന്നത് എന്ന് തോന്നും. അപ്പം നമ്മുടെ സ്ട്രഗിൾസൊക്കെ വളരെ ചെറുതാന്ന് തോന്നിപ്പോവും. അപ്പം അങ്ങനെയാണ് എനിക്കൊന്ന് ട്രാവൽ നമ്മളെ ചേഞ്ച് ചെയ്യുന്നത് ആ രീതിയിലാണ്. നമ്മൾ പല ആൾക്കാരെ മീറ്റ് ചെയ്ത് പല കൾച്ചേഴ്സിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും അതൊരു രീതി മാത്രം, അതല്ല അതിൻ്റെ ഫൈനൽ രീതിയൊന്നും. അതിൻ്റെ ഒരു ഫൈനൽ വാക്ക് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള രീതി മാത്രമല്ല, വേറെയും രീതികളുണ്ട് ലൈഫ് ലീഡ് ചെയ്യാൻ. ബിലീഫ്സിന് വേറെ രീതികളുണ്ട്. എല്ലാ രീതികളും ഈക്വലി വാലിഡാണ്. എല്ലാ വേ ഓഫ് ലൈഫും ഈക്വലി വാലിഡാണ്. കാരണം ഈ വേൾഡിൽ എല്ലാം ഉണ്ട്. ഈ പല രീതിയിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നോർമൽ എന്ന് വിചാരിക്കുന്നതല്ല വേറെ സ്ഥലത്ത് പോകുമ്പോൾ നോർമലായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പെർസ്പെക്റ്റീവ് തരുന്നൊരു സംഭവമാണ് യാത്രകൾ എന്ന് പറയുന്നത്. എനിക്ക് ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി ബുക്സിലൊക്കെ കണ്ടിട്ടുള്ള സ്പോട്ട്സാണ്. അപ്പോൾ എനിക്ക് പിരമിഡ്സ് കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ സൗത്ത് അമേരിക്കയിൽ മാച്ചു പിച്ചു റൂയിൻസ് കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ആഫ്രിക്കയിൽ പോകണം എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ പോകാൻ ആഗ്രഹമുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഹ്യൂമൻ ബീയിങ്സ് അവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു പെർട്ടിക്കുലർ സ്പോട്ടുണ്ട്, ഏറ്റവും ഏർലിയസ്റ്റ് ഹ്യൂമൻ റിമെയിൻസ്, ഹോമോസേപ്പിയൻസ് എന്നുള്ള നമ്മുടെ സ്പീഷീസിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് ഫോസിൽസ് ആൻഡ് റിമെയിൻസ് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഹ്യൂമൻ ബീയിങ്സ് ഒറിജിനേറ്റ് ചെയ്തത്. ആ ഒരു വാലിയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ആ സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പീഷീസിൻ്റെ ഒരു ഒറിജിൻ എന്നുള്ള രീതിയിൽ ആഫ്രിക്കയിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടോ, കാരണം ഓൾ ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. ആക്ച്വലി ഇപ്പോൾ ജപ്പാനിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അത് അവിടുത്തെ കൾച്ചറും അത് കംപ്ലീറ്റ്ലി വേറൊരു വേൾഡാണ്. നമ്മൾ റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ ഫോളോ ചെയ്യാത്ത അവരുടേതായിട്ടുള്ള കസ്റ്റംസും ടെക്നോളജി ആയാലും ഒക്കെ വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ജപ്പാൻ. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിൽ പല ഡിഫറെൻറ്റ് റീസൺസ്, ചിലത് ഹിസ്റ്ററി ആയിരിക്കാം, ചിലത് മ്യൂസിക് ആയിരിക്കാം, ഫുഡായിരിക്കാം, കൾച്ചർ ആയിരിക്കാം. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ഇങ്ങനെ ഒരുപാട് ഡ്രീം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഏറ്റവും ഭാഗ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുമ്പ് ഇതുപോലെ ഡ്രീമായിട്ട് കണ്ടിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്യുന്ന വർക്ക് കാരണം എനിക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റേജ് ഷോസിനൊക്കെ ആയിട്ട് പോകുമ്പോൾ പല സ്ഥലത്തും നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ തവണ പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും പോകാൻ പറ്റുമെന്ന് വിചാരിച്ച സ്ഥലങ്ങളല്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് പോകുമ്പോൾ ഓക്കെ ഇത് ഒരു തവണ മാത്രമേ പറ്റുള്ളൂ, ഇനി ഒരിക്കലും വരാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് വീണ്ടും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം ഈ ചെയ്യുന്ന ജോലി കൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ലൈഫിലൊരു ഭയങ്കര അപ്ഗ്രേഡ് കിട്ടിയൊരു ഫീലിംഗ് ആണ്. പുതിയ കൾച്ചേഴ്സ്, പുതിയ ആൾക്കാർ, പുതിയ ഫുഡ്, അങ്ങനെ പല രീതിയിലും പുതിയ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അന്ന് ഫുള്ള് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അത് ഇനിയും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പുതിയ സിറ്റീസിൽ നടക്കാൻ പറ്റട്ടെ, പല രീതിയിലുള്ള സിറ്റീസിലും പല തരത്തിലുള്ള റോഡുകളിലും നടക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഞാൻ ഈ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇത്രയും സംഭവങ്ങൾ ഒറ്റയടിക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കേൾക്കാനോ ആൾക്കാരുള്ളപ്പോഴാണ് നമ്മൾ ഒരു ഇവൻറ്റിനായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് വേറൊരു ഓർമ്മ വരും. അവിടെ സംഭവിച്ച് നമ്മൾ കുറേ കാലമായിട്ട് മറന്നിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരും. അപ്പം ഇങ്ങനെ യാത്രകളെ പറ്റി നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് പറയാൻ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ഷെയർ ചെയ്യാനൊരു ഓഡിയൻസ് ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാർ പലപ്പോഴും ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ
ദിസ് ഇസ് യുവർ പ്ലാറ്റ്ഫോം, ട്രാവലിസ്റ്റ ബൈ സാന്റോസ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ യാത്രകളുടെ കഥകളും അതിലുണ്ടായ എക്സ്പീരിയൻസസും അതിൽ മീറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം ദിസ് പ്ലാറ്റ്ഫോം ഇസ് ഓൾസോ യുവേഴ്സ്, നിങ്ങളുടെയും കൂടെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ വന്ന് നിങ്ങളുടെ യാത്രകൾ ഷെയർ ചെയ്യാം.